ഹലോ, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇതൊരു പഴയകാല ഐറ്റാട്ടോ, ചക്കരപ്പയർ എന്ന് പറയും. അപ്പോൾ ഇത് നമ്മുടെ പണ്ടത്തെ ഉമ്മമാരും വീടുകളിലൊക്കെ എന്തെങ്കിലും സ്പെഷ്യൽ ഡേ ഉണ്ടാവുമല്ലോ, മുഹറം മാസം അതുപോലെ തന്നെ ബറാത്തിൻ്റെ മാസത്തിലൊക്കെ നമ്മൾ സ്പെഷ്യലായിട്ട് മധുരം ഉണ്ടാക്കുന്ന സമയത്ത് ഉണ്ടാക്കാറുള്ള ഒരു റെസിപ്പിയാണിത്. ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് പേർക്ക് അറിയാവുന്ന കാര്യമായിരിക്കും, എന്നാലും അറിയാത്തവരും ഉണ്ടാകും. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് ചുവപ്പ് കളറിലുള്ള മമ്പയർ എന്നൊക്കെ പറയും, അതാണ് എടുത്തിട്ടുള്ളത്. തലേ ദിവസം വെള്ളത്തിൽ കുതിർക്കാൻ വേണ്ടി വെച്ചതായിരുന്നു. ഒരു 3-4 മണിക്കൂർ നേരെങ്കിലും ഇത് കുതിർക്കാൻ വെക്കണം, നല്ലതായിരിക്കും കേട്ടോ. പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും, അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാനൊരു കുക്കറിലേക്ക് എടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് 1/2 ടേബിൾ സ്പൂൺ ഉപ്പ് ഇട്ടിട്ട് ഞാനൊരു 3-4 വിസിൽ വരുന്നത് വരേക്കും ഇതൊന്ന് വേവിച്ചെടുക്കുകയാണ്. പിന്നെ ഇതിലേക്ക് വേണ്ട മെയിൻ ഐറ്റാണ് ശർക്കര. അപ്പോൾ ഞാനിവിടെ ഒരു 5 ആണിവെല്ലം എടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് നമുക്ക് നല്ലപോലെ ഒന്ന് മെൽറ്റ് ചെയ്തിട്ട് എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു ഗ്ലാസ് വെള്ളത്തിൽ തിളപ്പിക്കാൻ വേണ്ടിയിട്ട് വെക്കുകയാണ് കേട്ടോ. മധുരമൊക്കെ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് ഈ ഒരു ശർക്കരപ്പയർ എന്തായാലും ഇഷ്ടമാവും കേട്ടോ. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ, അതുപോലെ തന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഫുഡും കൂടെയാണ്. പണ്ട് മുതലേ നമ്മുടെ ഉമ്മമാരൊക്കെ വീടുകളിൽ ഉണ്ടാക്കാറുള്ള ഒരു ഐറ്റം ആട്ടത്. അപ്പോൾ നമ്മുടെ പയർ വേവിക്കാൻ ഞാൻ കുക്കറിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു 5 വിസിൽ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 5 വിസിൽ വന്നതിന് ശേഷം നമ്മുടെ ഈ ഒരു പയർ നല്ലപോലെ വെന്തിട്ടിട്ടുണ്ട്. ഇങ്ങനെ നല്ലപോലെ വേവണം കേട്ടോ, എന്നാലാണ് ആ ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ. ഇനി ഇത് ശർക്കര നല്ലപോലെ തിളച്ച് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഫ്ലെയിം ഓഫാക്കാം. ഇതുപോലെ നല്ലപോലെ ആ കട്ടൊക്കെ ഉടഞ്ഞ് നല്ല രീതിയിൽ മെൽറ്റായി കിട്ടുന്ന ഈ ഒരു സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിടാം. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് അരിച്ച് വേണം നമുക്കിത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഒരുപാട് വേസ്റ്റും കാര്യങ്ങളൊക്കെ ഉള്ളത് കാരണം തന്നെ നമുക്കിത് അരിച്ചിട്ട് വേണം യൂസ് ചെയ്യാൻ. ഇനി വേണ്ടത് അരിപ്പൊടിയാണ്. 1 കപ്പ് അരിപ്പൊടി ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട്. അരിപ്പൊടി ഇല്ലാന്നുണ്ടെങ്കിൽ രാഗിപ്പൊടി ആയാലും മതി, 2 വെച്ചിട്ടും ഇത് ചെയ്തെടുക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അരിപ്പൊടി 1 കപ്പിൽ എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് 1 കപ്പ് വെള്ളം കൂടി ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാണ്. അടുപ്പിൽ വെക്കുന്ന മുമ്പ് തന്നെ ഇങ്ങനെ മിക്സ് ചെയ്ത് വെക്കുന്നതായിരിക്കും നല്ലത്, കട്ട കുത്താതിരിക്കാൻ വേണ്ടിയിട്ട്. അടുപ്പിൽ വെക്കുകയാണെങ്കിൽ ചിലപ്പോൾ കട്ട കുത്താൻ ചാൻസ് ഉണ്ട്. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ. 1/4 ടേബിൾ സ്പൂൺ ഉപ്പാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ പയർ വേവിക്കുന്ന സമയത്ത് നമ്മൾ അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിലേക്ക് ശർക്കര നമ്മൾ യൂസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് കട്ട കുത്താതെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ആവശ്യമാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇത് നല്ലപോലെ ഒന്ന് തിളച്ച് വരുന്ന സമയം വരെ മിക്സ് ചെയ്യണം. കൈയെടുക്കാതെ മിക്സ് ചെയ്തുകൊണ്ടിരിക്കണം കേട്ടോ, എന്നാലാണ് അടി പിടിക്കാതിരിക്കുള്ളൂ. പെട്ടെന്ന് തന്നെ അടി പിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ശർക്കരപ്പാനി നമ്മൾ തയ്യാറാക്കി വെച്ചത് ഇതിലേക്ക് അരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഫ്ലെയിം ചെറുതാക്കി ഇട്ടിട്ട് നമ്മൾ ഇതിലേക്ക് ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കാൻ പാടുള്ളൂ, അല്ലെങ്കിൽ നമ്മൾ ശർക്കരപ്പാനി ഒഴിച്ചെടുക്കുന്ന സമയത്ത് തന്നെ അത് കട്ട കുത്താൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നല്ലപോലെ മിക്സ് ചെയ്തിട്ട് കട്ട ഒന്നും ഇല്ലാതെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കുക. എന്നിട്ട് നമ്മൾ ഇതിലേക്ക് വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന ഈ ഒരു പയർ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. പയർ ചേർക്കുന്ന സമയത്തും അടി പിടിക്കരുത്, നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കണം. ഫ്ലെയിം ചെറുതാക്കി ഇടാൻ ശ്രദ്ധിക്കുക. ഇനി ഇതിലേക്ക് വേണ്ടത് തേങ്ങ ചിരവിയതാണ്. ഞാൻ ഇവിടെ 1 മുറി തേങ്ങയാണ് ചിരവിയത്, അതെടുത്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അതും നല്ലപോലെ അത് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കുക. അപ്പോൾ നമ്മുടെ ചക്കരപ്പയർ ഇവിടെ റെഡി ആയിട്ടുണ്ട്, വെള്ളമൊക്കെ വറ്റിയിട്ട്. ഇതാണ് കേട്ടോ ചക്കരപ്പയറിൻ്റെ ഈ ഒരു ടെക്സ്ചർ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബറാത്തിന് ഞങ്ങളുടെ വീട്ടിൽ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് ഈ ഒരു ഐറ്റമാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ താങ്ക് യു ഫോർ വാച്ചിങ്. ടാറ്റാ.